നമുക്കിതിൻ്റെ ചമ്മന്തിപ്പൊടി ഉണ്ടാക്കാവേ. അതിന് മുമ്പ് നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് കമൻറ്റ് ചെയ്യണേ. ചട്ടി ചൂടാകുമ്പോഴത്തേന് അതിനകത്തൊരു ഏകദേശം ഒരു 1.5 സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. വെളിച്ചെണ്ണ ഒന്ന് ചൂടാകുമ്പോഴത്തേന് നമുക്ക് ഒരു 3-4 ചെറിയ ഉള്ളി അരിഞ്ഞു വെച്ചിട്ടുണ്ട്, അതൊന്ന് ചേർത്ത് നന്നായിട്ട് മൂപ്പിച്ചെടുക്കാം. നല്ലതായിട്ട് മൂപ്പിച്ചില്ലെങ്കിൽ നമ്മുടെ ചമ്മന്തിപ്പൊടി പെട്ടെന്ന് കേടായി പോകും. അതുകൊണ്ട് നന്നായിട്ട് മൂപ്പിച്ച് വേണം നമ്മൾ ചേർക്കാനായിട്ട്. നമ്മുടെ ഉള്ളി നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് തേങ്ങ ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ എടുത്തേക്കുന്നത് ഒരു 1/4, ഒരു തേങ്ങയുടെ 1/4 ഭാഗം എടുത്തിട്ടുണ്ട്. ഇത് സിമ്മിലിട്ട് വേണം നമ്മൾ ചെയ്യാനായിട്ട്, ഇല്ലെന്നുണ്ടെങ്കിൽ നന്നായിട്ട് ഈവനായിട്ട് എല്ലാ ഭാഗവും മൂത്ത് വരത്തില്ല. സിമ്മിലിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇനി നമുക്ക് അതിനകത്ത് കുറച്ച് കാര്യങ്ങൾ കൂടി ചേർക്കാനുണ്ട്. ഇത്രയും കുരുമുളക് ഞാൻ ചേർക്കുന്നുണ്ട്. പിന്നെ കുറച്ച് ഇഞ്ചി ചേർക്കുന്നുണ്ട്. ഏകദേശം ഒരു 1.5 ഇഞ്ച് വലുപ്പത്തിലുള്ള ഇഞ്ചിയാണ്, ഇഞ്ചി കഷ്ണം അത് കുത്തി അരിഞ്ഞത്. പിന്നെ ഒരു 6-7 വെളുത്തുള്ളി. നന്നായിട്ട് ഇളക്കി കൊടുക്കാം. നമ്മളെപ്പോഴും കൈയെടുക്കാതെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം ചമ്മന്തിപ്പൊടി, അല്ലെങ്കിൽ ചെറിയ തേങ്ങാപ്പീരയൊക്കെ പെട്ടെന്ന് തന്നെ മൂത്ത് വരും. അപ്പം നമ്മുടെ ചമ്മന്തിക്ക് ഒരു കരിഞ്ഞ ടേസ്റ്റ് ആയിരിക്കും, കൂടുതൽ മൂപ്പായി പോകും ചില പീര. അത് കാരണം നമ്മൾ നന്നായിട്ട് എപ്പോഴും ഇളക്കി കൊടുത്തിരിക്കണം. ഇനി നമുക്ക് 2 തണ്ട് കറിവേപ്പില കൂടെ ചേർത്ത് കൊടുക്കാം. പിന്നെ ഞാൻ ചെറിയ നാരകത്തിൻ്റെ ഒരു 2-3 ഇലയും കൂടി എടുത്തിട്ടുണ്ട്, അതോടിട്ട് ഇളക്കി കൊടുക്കാം. സിമ്മിലിട്ട് വേണേൽ പ്രത്യേകം ശ്രദ്ധിക്കണം, സിമ്മിലിട്ട് വേണം നമ്മൾ തേങ്ങ വറക്കാനായിട്ട്. നന്നായിട്ട് ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കാം. അടി താത്ത് വേണം നമ്മൾ നന്നായിട്ട് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കാൻ. ചമ്മന്തിപ്പൊടി എന്ന് പറയുമ്പോൾ വെറും നിസ്സാരമല്ല, നമ്മുടെ ശരീരത്തിന് ദഹനത്തിനൊക്കെ നല്ലതായിട്ട് സഹായിക്കുന്നതാണ് ഇതിനകത്ത് ചേർക്കുന്ന ചേരുവകളൊക്കെ. അപ്പം പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കുറച്ച് മെനക്കേടുണ്ടെങ്കിലും, പക്ഷേങ്കിൽ നമുക്ക് ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ കുറേ നാളത്തേക്ക് ഇരിക്കും, ഒരു കുഴപ്പമില്ല. ഇപ്പോൾ തേങ്ങ നമ്മൾ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഞാൻ നെല്ലിക്ക വലുപ്പത്തിലുള്ള പുളിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. തേങ്ങയെല്ലാം നന്നായി മൂത്ത് വന്നിട്ടുണ്ട്, എല്ലാ ഭാഗവും ഒരുപോലെ മൂത്തിട്ടുണ്ട്. ഇനി നമുക്ക് തീ ഓഫ് ചെയ്തിട്ട് മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഞാനൊരു 2.5 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. തീ ഓഫ് ചെയ്തിട്ട് വേണം നമ്മളിതൊക്കെ ചേർത്ത് കൊടുക്കാനായിട്ട്. നമുക്ക് ആവശ്യമായുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. 1.5 ടീസ്പൂൺ ഉപ്പും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നമുക്ക് തണുത്ത് കഴിഞ്ഞിട്ട് പൊടിക്കുന്ന മിക്സിയുടെ ജാറിലോട്ട് മാറ്റാം. നന്നായിട്ട് തണുത്ത് കഴിഞ്ഞിട്ട് വേണം ഇടാനായിട്ട്. നമ്മൾ ജാറിലോട്ട് മാറ്റിയിട്ടുണ്ട്. നമുക്ക് പൊടിച്ചെടുത്തിട്ട് വരാം. നന്നായിട്ട് പൊടിച്ചെടുത്തിട്ട് വന്നിട്ടുണ്ട്. ഞാൻ പ്രത്യേകിച്ച് അതിനകത്ത് പുളിയോ ഉപ്പോ എരിയോ ഒന്നും അഡീഷണലായിട്ട് ആഡ് ചെയ്തിട്ടില്ല. കറക്റ്റായിരുന്നു, ഇട്ട് പുളിയും ഉപ്പും
എരിവുമല്ലാതെ നല്ല ടേസ്റ്റുള്ള ചമ്മന്തിപ്പൊടിയാണ്. നിങ്ങൾ വീട്ടിലുണ്ടാക്കി നോക്കണം. ഹോസ്റ്റലിൽ നിൽക്കുന്ന ആൾക്കാർക്കും ഗൾഫിലൊക്കെ പ്രവാസികളായിട്ടുള്ള ആൾക്കാർക്കൊക്കെ കൊണ്ടുപോയാൽ അവർ ജോലിക്കൊക്കെ പോകുമ്പോൾ ആ തിരക്കിനിടയിൽ അവർക്കൊരു കറിയുമാകും. പെട്ടെന്ന് ചൂട് ചോറും ഒരു ചമ്മന്തി പൊടിയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് നമുക്ക് നല്ല സ്വാദിഷ്ടമായിട്ട് ഊണൊക്കെ കഴിച്ചിട്ട് അവരുടെ കാര്യങ്ങൾ കൂടുതൽ ശ്രദ്ധിക്കാൻ പറ്റും. ഇതിനി നന്നായിട്ട് പൊടിച്ച് കഴിഞ്ഞപ്പോൾ ചെറിയൊരു ചൂടുണ്ടല്ലോ, അത് മാറിക്കഴിഞ്ഞതിന് ശേഷം നമ്മളൊരു കണ്ടെയ്നറിനകത്ത് അടച്ചു വയ്ക്കുവാണെങ്കിൽ ഏകദേശം ഒരു 1-2 മാസമൊക്കെ എയർ ടൈറ്റ് ആയിട്ടുള്ള കണ്ടെയ്നറിൽ അടച്ചു വയ്ക്കുവാണെന്നുണ്ടെങ്കിൽ ഇരിക്കും. ഞാനങ്ങനെ വെച്ചിട്ടുണ്ട്, കുഴപ്പമൊന്നും ഉണ്ടായിട്ടില്ല. തേങ്ങ നന്നായിട്ട് മൂത്ത് കഴിഞ്ഞാൽ നമുക്ക് 1-2 മാസമൊക്കെ കേടാകാതെ തന്നെ വെളിയിൽ തന്നെ വെച്ച് ഉപയോഗിക്കാവുന്നതാണ്. പ്രത്യേകം ശ്രദ്ധിക്കണം, നനഞ്ഞ സ്പൂണൊന്നും ഇടാൻ പാടില്ല. എപ്പോഴും കണ്ടെയ്നർ ടൈറ്റായിട്ട് വേണം അടച്ചു വയ്ക്കാനായിട്ട്. വീട്ടിലെല്ലാവരും ട്രൈ ചെയ്ത് നോക്കും. നല്ലൊരു ഡിഷാണേ.